അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എൻ്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിൻ്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് UDFിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ. ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്ര കുത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ മുദ്ര കുത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ലേ? പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു. പക്ഷേ ആ ഖലീഫ ഉമർ നിലപാട് തിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ സബ്ജക്റ്റ് പ്രോപ്പർ പാക്ട് ഓഫ് ഉമർ അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് പാക്ട് ഓഫ് ഉമർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രങ്ങൾ. ഇത് ഞാൻ ഒറിജിനലി കണ്ടിട്ടില്ല, ഇത് പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാം. എന്താണ് അപ്പോൾ പാക്ട് ഓഫ് ഉമർ? അതായത് ഒരു സ്ഥലം, ആ സ്ഥലത്ത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലം, ഒരു ഗോത്രമാവാം, അതല്ലെങ്കിൽ ഒരു പട്ടണമാകാം, ഏതും ആകാം. ഇസ്ലാമിൻ്റെ സൈന്യം അത് പുറപ്പെടുന്നു. അത് മുഹമ്മദ് നബി ഉള്ളപ്പോൾ മുഹമ്മദ് നബി അതിൻ്റെ നയിക്കും, അതിൻ്റെ മുന്നിലുണ്ടാവും. ഇനി അതല്ല, മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഖലീഫമാരാണ് പിന്നെ അതൊക്കെ ഏർപ്പെടുത്ത് നടത്തിയിരുന്നത്, ഈ കൊള്ളയും കൊലയൊക്കെ. അത് പിന്നെ അവരുടെ ഫാമിലി ബിസിനസ്സായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുന്നത്? ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കത്തയക്കും. നമ്മുടെ സൈന്യം പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ മതം എല്ലാവരും മാറി ഞങ്ങളുടെ കൂടെ കൂടുക, അതല്ലാന്നുണ്ടെങ്കിൽ റെഡി ആയിക്കുക, നമുക്ക് യുദ്ധത്തിന് ഇറങ്ങാം എന്ന് പറയും. ഇതാണ് കത്ത്. ഈ കത്തിൻ്റെ കോപ്പി പല മ്യൂസിയങ്ങളിൽ ഇരിക്കുന്നുണ്ട്. ഇത് മുഹമ്മദ് നബി നേരിട്ട് അയച്ചിട്ടുള്ള കത്തിൻ്റെ കോപ്പി പോലും ഉണ്ട്. ഇത് മനസ്സിലാക്കേണ്ടത്, വിശ്വാസികൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്ലാമിലെ യുദ്ധങ്ങൾ മുഴുവൻ പ്രതിരോധത്തിൻ്റേതായിരുന്നു എന്നാണ് പറയുക. അല്ല, പച്ച നുണയാണത്. ഇസ്ലാമിലെ യുദ്ധം എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കുന്ന യഥാർത്ഥത്തിലുള്ള യുദ്ധം കുറച്ചുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട യുദ്ധമൊക്കെ ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്ന ഈ ബദർ യുദ്ധം എന്നൊക്കെ പറയുന്നത് കൊള്ളയായിരുന്നു. കച്ചവട സംഘത്തിനെ പതിയിരുന്ന് കൊള്ളയടിച്ച് മുതലുമായിട്ട് കടന്നു കളഞ്ഞ് അതും യുദ്ധം കഴിഞ്ഞ് അതിൻ്റെ സ്വത്ത് പങ്കിട്ടെടുത്ത് കള്ളും കുടിച്ച് പെണ്ണുമായിട്ട് കൂത്താടുന്ന കഥയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വമ്പുറ്റ ഹംസാർ ലീ അല്ല കേട്ടിട്ടുണ്ടാവും. കരൾ പിച്ചി മാന്തി കടിച്ചു പറിച്ചതും മുഹമ്മദ് നബീനെ തെറി പറഞ്ഞതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു വശത്തുണ്ട്. ഇതൊക്കെയാണ് കൊള്ള എന്ന് പറയുന്നത്. അതിനൊക്കെ ശേഷമാണ് ഈ യുദ്ധം വരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ സ്ഥലത്തെത്തിക്കഴിയുമ്പോൾ അവരെ പിടിച്ചടക്കി കഴിയുമ്പോൾ ആ മുസ്ലിങ്ങൾക്ക് അവിടുത്തെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു കത്ത് പോലെ ഒരു സാധനം, അവർക്ക് കൊടുത്ത് എഴുതി ഒപ്പിടിയിക്കുന്ന ഒരു സാധനമാണ്. ഇതിനെയാണ് നമ്മൾ ഈ പാക്ട് ഓഫ് ഉമർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതൊരു നിയമസംഹിത പോലെ കുറച്ചൊരു മാർഗനിർദ്ദേശങ്ങളാണ് അതിനകത്ത് വെക്കുന്നത്. ഇതിന് ആധാരമാകുന്നത് ഖുർആനിലെ തന്നെ സൂക്തങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണങ്ങളും തഫ്സീറൊക്കെ വെച്ച് തന്നെയാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കാലഘട്ടം വരേക്കും ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പണ്ഡിത സഭകൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഇവിടെ നിലനിന്നിട്ടുള്ളൂ. പക്ഷേ കാലം മാറിയപ്പോൾ നമ്മളൊക്കെ കുറച്ചും കൂടിയൊക്കെ ഈ ഹ്യൂമാനിറ്റേറിയൻ ആംഗിളിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, സെക്യുലർ ആവാൻ തുടങ്ങിയപ്പോൾ, ഡെമോക്രാറ്റിക് ആവാൻ തുടങ്ങിയപ്പോൾ ഈ സാമാനം പൊക്കിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് ഇസ്ലാമിന് വലിയ ദോഷമാണെന്ന് മനസ്സിലായിട്ട് ഇവരെന്ത് ചെയ്തു? ഇവർ പതിയെ ഇത് തെറ്റാണ്, ഇതിൻ്റെ ഒത്തൻറ്റിസിറ്റിക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളാൻ തുടങ്ങി. പക്ഷേ നിങ്ങൾ എന്തൊക്കെ ഇതിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ശരി, ഇത് തള്ളും എന്ന് നിങ്ങൾ വന്നാലും ശരി, നിങ്ങൾ തള്ളേണ്ടി വരിക പല ഖുർആനിൻ്റെ ആയത്തുകൾ തള്ളേണ്ടി വരും, പല തഫ്സീറുകൾ തള്ളേണ്ടി വരും. തഫ്സീറിലൊക്കെ നിങ്ങൾ ഇബ്നു കസീറിനെ പോലെയൊക്കെയുള്ള ആളുകളെ പോലും ചിലപ്പോൾ നിങ്ങൾ തള്ളേണ്ടി വരും, അല്ലെങ്കിൽ മൂപ്പരെ തന്നെയാണ് ആദ്യം തള്ളേണ്ടി വരിക എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഖുർആനിലെ ഈ തൗബ എന്ന് പറയുന്ന 9ാമത്തെ സൂറത്ത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ടെക്സ്റ്റ് ഇതാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വായിച്ച് ഇന്ന് പോവാം. നമ്മളുടെ കാക്ക സുഹൃത്തുക്കൾ ഇത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്നോട് മഞ്ഞക്കണ്ണട മാറ്റി വെച്ച് വായിക്കാനാണല്ലോ പറഞ്ഞ്. എന്തായാലും മഞ്ഞക്കണ്ണട മാറ്റി വെച്ച് തന്നെ നമുക്കൊന്ന് വായിച്ച് കളയാം. പാക്ട് ഓഫ് ഉമർ. ഇൻ ദ നെയിം ഓഫ് Allah, most heinous, most violent. This is a document to the servant of Allah, Umar, the leader of the faithful, from the Christians of such and such city. ഇതൊരു ടെംപ്ലേറ്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് സിറ്റിയുടെ പേരൊക്കെ നിങ്ങൾക്ക് എഴുതി ചേർക്കുക. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. When you, അതായത് Muslims, come to us, we requested safety for ourselves, children, property and followers of our religion. We made a condition on ourselves that എന്ന് പറഞ്ഞിട്ട് ഇനി തുടങ്ങുകയാണ്. എണ്ണിക്കോ. ഒന്നാമത്തത്, we will neither erect in our areas a monastery, church or a sanctuary for a monk.
ഞങ്ങളുടെ സ്ഥലത്ത്, ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമ്പലങ്ങളോ പള്ളികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ, കാവോ, ഇതൊന്നും ഒരു സാധനവും ഞങ്ങൾ അവിടെ പണിയില്ല. മതസൗഹാർദ്ദം നമ്പർ 1, ഇസ്ലാമിൻ്റെ മതസൗഹാർദ്ദമാണ് കേട്ടോ. അടിപൊളിയാണ്, വരാൻ കിടക്കണേ ഉള്ളൂ. ഇനി അടുത്തത്, നോർ റെസ്റ്റോർ എനി പ്ലേസ് ഓഫ് വർഷിപ്പ് ദാറ്റ് നീഡ്സ് റെസ്റ്റോറേഷൻ. അതായത് പൊളിഞ്ഞു കിടക്കുന്ന ഒരു അമ്പലവും ഞങ്ങൾ പൊളിച്ച് പണിയില്ല. അത് പൊളിഞ്ഞു കിടക്കുന്നതാണെങ്കിൽ അവിടെ കിടക്കും. അതായത് ക്രിസ്ത്യൻസ് വന്ന് പറയാണ്, അതായത് നിങ്ങൾ ഞങ്ങളെ പിടിച്ചടക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ പള്ളി തല്ലി പൊളിച്ചിട്ട് കാണുമല്ലോ, അത് തല്ലി പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും, ഞങ്ങളത് പുതുക്കി പണിയില്ല. നിങ്ങൾ വേണമെങ്കിൽ അതിന് മുകളിൽ നിങ്ങളുടെ പള്ളി വേണമെങ്കിൽ പണിതോളൂ കേട്ടോ എന്ന് അതിൻ്റെ ഒരു ധ്വനി. പോട്ടെ, എന്തായാലും പള്ളി പൊളിക്കുന്നത് ഒരു ഹോബിയാണെന്നുള്ളത് മനസ്സിലായി. ബാബറി പള്ളി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നോർ യൂസ് എനി ഓഫ് ദം ഫോർ ദ പർപ്പസ് ഓഫ് എൻമിറ്റി അഗെയിൻസ്റ്റ് മുസ്ലിംസ്. അങ്ങനെ നിങ്ങൾ പള്ളി പൊളിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളുമായിട്ട്, ഞങ്ങളുടെ അമ്പലം പൊളിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള ശത്രുതയുണ്ട്. നിങ്ങൾ എത്ര പള്ളി വേണേലും അമ്പലം വേണേലും ഞങ്ങളത് പൊളിച്ചോ. ഒരു അമ്പലം അപ്പുറത്തുണ്ട് ചേട്ടാ, അതും കൂടി ഇക്കാക്ക അതും കൂടി ഒന്ന് പൊളിച്ചോ, ഇതാണ് പറഞ്ഞത്. അത്രയ്ക്കും മതസൗഹാർദ്ദമാണ് കേട്ടോ. വന്ന് വേണമെങ്കിൽ പൊളിച്ചോളൂ എന്നുള്ളതാണ്. ഇനി അടുത്തത്, നാലാമത്തത്, വി വിൽ നോട്ട് പ്രിവെൻറ്റ് എനി മുസ്ലിം ഫ്രം റെസ്റ്റിംഗ് ഇൻ അവർ ചർച്ചസ് വെദർ ദേ കം ബൈ ഡേ ഓർ നൈറ്റ്. രാവായിക്കോട്ടെ പകലായിക്കോട്ടെ, ഏത് സമയത്താണെങ്കിലും ഞങ്ങളുടെ അമ്പലത്തിൽ കയറിയാൽ അവിടെ നിങ്ങൾക്ക് വിശ്രമിക്കാം, അതിനൊരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ഇന്നത്തെ കാലത്ത്. അങ്ങനെ കയറിയിരിക്കുന്ന സമയത്ത് അതൊരു സെൽഫി എടുക്കും അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കും, എന്നിട്ട് ഷോർട്സ് ഉണ്ട്. കണ്ടില്ലേ ഇസ്ലാമിൻ്റെ സാഹോദര്യം, കണ്ടില്ലേ ക്രിസ്ത്യൻ പള്ളിയിലാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത്, എന്തൊരു മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. അത് വേറെ കാര്യം, അതിപ്പോൾ ഇവിടെ എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. പാക്ട് ഓഫ് ഉമറിൻ്റെ കാലത്ത് ഈ സെൽഫിയുടെ പരിപാടി ഉണ്ടായിരുന്നില്ല. പോട്ടെ, ഇനി അടുത്തത്, ആൻഡ് വി വിൽ ഓപ്പൺ ദ ഡോർസ് ഓഫ് അവർ ഹൗസസ് ഓഫ് വർഷിപ്പ് ഫോർ ദ വേഫെയറർ ആൻഡ് പാസർ ബൈ. അതായത് വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വഴിപോക്കരായിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആരാധനാലയങ്ങൾ അങ്ങനെ മലക്കെ തുറന്നിങ്ങനെ വെച്ചിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണേലും കയറാം. വഴിയമ്പലമാണോ എന്നൊക്കെ ചോദിക്കണ കേട്ടിട്ടുണ്ട്. ഇതാണ് ആ സാധനം, വഴിയമ്പലമാണ്. ഓക്കെ, മുസ്ലിങ്ങൾക്ക് അതങ്ങനെയാണ്. ദോസ് മുസ്ലിംസ്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് മുസ്ലിംസ് എന്നാണ് പറയുന്നത്. ഇസ്ലാമിസ്റ്റ് എന്നോ ഐസിസ് എന്നോ തീവ്രവാദി മുസ്ലിം എന്നോ റാഡിക്കൽ മുസ്ലിം എന്നോ മോഡറേറ്റ് മുസ്ലിം എന്നോ സിമ്പിൾ മുസ്ലിം എന്നോ എന്തെങ്കിൽ പവർഫുൾ മുസ്ലിം എന്നോ ഇതൊന്നും അല്ല പറയണത്. മുസ്ലിം, ഇസ്ലാം മത വിശ്വാസി. അതായത് ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ഈ പറയുന്ന ഗാന്ധിജിയുടെ ഉമറിൻ്റെ ഭരണം വന്നാൽ ഇവിടുത്തെ ഞാനൊരു മുസ്ലിം ആണെങ്കിൽ എനിക്കുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. എൻ്റെ തൊട്ടടുത്ത എൻ്റെ കൂട്ടുകാരെ വെക്കാൻ പാടില്ല എന്നാണ്. പോട്ടെ, ഇനി എങ്ങാനും പിടിച്ചെടുക്കുന്ന തലേന്ന് കൂട്ടുകാരായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെയുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം, അവർ പിന്നെ എങ്ങനെയായിരിക്കണം എന്നോട് പെരുമാറേണ്ടത്, ഇതാണ് ഈ എഴുതി വെക്കുന്നത്. അടിപൊളിയാണ്. ഈ സാധനമാണ് നമ്മളുടെ നാട്ടിൽ നടപ്പിലാക്കണം, ഇത് വന്നാൽ അടിപൊളിയായിരിക്കും എന്ന് നമ്മളെ ഗാന്ധിജി പറഞ്ഞത്. ഓക്കെ, ദോസ് മുസ്ലിംസ് ഹു കം ആസ് ഗെസ്റ്റ് വിൽ എൻജോയ് ബോർഡിങ് ആൻഡ് ഫുഡ് ഫോർ 3 days ആൻഡ് സെൽഫി ആൻഡ് വീഡിയോ ഫോർ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. അടിപൊളിയായിരിക്കും. മുസ്ലിങ്ങൾക്ക് ഭയങ്കര ആതിഥ്യ മര്യാദയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തള്ളിമറിക്കലുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഉണ്ട്, കൾച്ചറിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഈ കൾച്ചർ എന്ന് പറയുന്ന സാധനം എവിടെ നിന്ന് വരുന്നത്? ഒരു കാലത്ത് ഇത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് മാറുകയാണ്. ഓക്കെ, ഇതാണ് ആ സാധനം എന്നങ്ങ് വരികയാണ്. അപ്പോൾ അവരുടെ ധാരണ ഈ വരുന്ന ആളുകളോടുള്ള സ്നേഹം കൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ധാരണയിലാണ് ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ. പക്ഷേ പണ്ട് കാലത്ത് അതല്ല, അത് മുസ്ലിമിൻ്റെ അവകാശമായിരുന്നു. അതായത് ഞാൻ ഏത് വീട്ടിൽ വേണമെങ്കിലും എനിക്ക് കയറാം, ഗസ്റ്റായിട്ട് ചെന്ന് കയറി ഇടിച്ച് കയറാം, അവൻ എനിക്ക് 3 ദിവസം ഫുഡ് തന്നോളണം, തന്നില്ല എന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. ഖലീഫ ഉമർ വന്നിട്ട് അവൻ്റെ തല, ഇതാണ് പരിപാടി. ഓക്കെ, അടുത്തത്, we will not allow a spy against Muslims into our churches and homes or hide deceit against Muslims. അതായത് ഞങ്ങൾ ചാരന്മാരെ നിയോഗിക്കില്ല മുസ്ലിങ്ങൾക്കെതിരെ. അത് പള്ളിയിലായിക്കോട്ടെ വീടുകളിലായിക്കോട്ടെ ഒരു സ്ഥലത്തും അത് ചെയ്യില്ല. എത്ര സൗഹാർദ്ദമാണ് എന്നൊന്ന് ആലോചിക്കുക. അടുത്തത് 8, വി വിൽ നോട്ട് ടീച്ച് അവർ ചിൽഡ്രൻ ദ ഖുർആൻ. ഞങ്ങളുടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുകയുമില്ല. പഠിപ്പിച്ച പ്രശ്നമാണ്, കാരണം അതറിയാലോ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. ഇനി അടുത്തത്, പബ്ലിസൈസ് പ്രാക്ടീസസ് ഓഫ് ഷിർക്ക്. അതായത് അവരുടെ മത ആചാരം അത് പ്രചരിപ്പിക്കില്ല. ഈ ആളുകൾ പറയാറുണ്ട് സൗദിയിൽ മുസ്ലിങ്ങളല്ലാത്തവരുണ്ടല്ലോ, UAE ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എത്ര ശതമാനമുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. അവിടെയൊക്കെ 99% മുസ്ലിങ്ങളായി പോയത് എന്തുകൊണ്ടാണ്? അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എന്താ ചെയ്തത്? മുഹമ്മദ് നബി ഒരു ഹദീസ് പറഞ്ഞ് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതായത് അറേബ്യൻ പെനിൻസുലയിൽ നിന്നും
ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുഴുവൻ ഓടിക്കും, ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്നൊരു ഹദീസ്. ഈ ഹദീസ് പറയുമ്പോൾ ഉടനെ ഇപ്പോൾ മദ്രസ വാണങ്ങൾ കമൻ്റ് ഇടും, അത് യുദ്ധ സന്ദർഭത്തിലാണ് പറഞ്ഞത്, യുദ്ധ സന്ദർഭത്തിലല്ല, ചാവാൻ കിടക്കുമ്പോഴാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അത് ഞാൻ ജീവിച്ചിരുന്നാൽ അത് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ മുസ്ലിങ്ങൾ മാത്രം മതി, മറ്റുള്ള ആളുകൾ വേണ്ട. ഇത് തന്നെയാണ് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമറും അബൂബക്കറും ഈ ഖലീഫമാരെല്ലാവരും കൂടി നടത്തി കാണിച്ചത്. ആ അറേബ്യൻ പെനിൻസുലയിൽ നിന്നും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുഴുവൻ അവിടെ നാട്ടിപ്പായിച്ചു. ഇന്ന് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണില്ല. അവിടെയാണ് രണ്ട് കാര്യങ്ങളൊന്ന് പറയേണ്ടി വരിക. ഒന്ന്, നമ്മൾ ജാക്കിർ നായിക്കിനെ ഒന്ന് ഓർക്കേണ്ടി വരും. ജാക്കിർ നായിക്കിൻ്റെ പ്രസംഗത്തിൽ ഏതോ ഒരെണ്ണത്തിൽ ഒരാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, അതായത് എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി ഇതുപോലെ പ്രചരിപ്പിക്കാൻ അനുവാദം തരാത്തത്, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ജാക്കിർ നായിക്ക് കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്. എന്താണ് ആ ഉത്തരം? 1+1 = 2, അത് ഇസ്ലാമാണ്. അതിനപ്പുറത്തേക്ക് അത് 1+1 = 3 എന്നോ 4 എന്നോ പറയാൻ കഴിയുമോ? ഇല്ല. സോ 1+1 = 3 എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിറ്റിയാണ്, 1+1 = 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുയിസമാണ്. പക്ഷേ കറക്റ്റായിട്ടുള്ളത് ഏതാണ്? അത് 1+1 = 2 എന്നതാണ്, അത് ഇസ്ലാമാണ്. അപ്പോൾ ഞങ്ങളത് മാത്രമേ പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടി അവസരം തരുള്ളൂ. അതുകൊണ്ടാണ്, അത് ഒന്നും വിചാരിക്കേണ്ട, അത് ഒരു സിമ്പിൾ ഒരു കണക്കിൻ്റെ പ്രശ്നമാണ്. ദ ബ്രദർ ആസ്ക്ഡ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് മൂപ്പരെ മൂലക്കിരുത്തി. ഇതാണ് ഉണ്ടായത്. ഇതാണ് ഇവരുടെ ഓഞ്ഞ ന്യായീകരണം. എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണിത്. കാരണം ഒരു ഇസ്ലാമിക രാജ്യത്ത് അവിടെ ഷിർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഈ ഷിർക്ക്, കാഫിർ, കുഫർ എന്നൊക്കെ പറയുന്ന സാധനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അൽ ബലാ വൽ ബറാ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തത് ഇവിടെ കിടപ്പുണ്ട്. നമ്മളുടെ ഷംസുദ്ദീൻ പാലത്തിൻ്റെ ഒരു പ്രസംഗം വളരെ ദീർഘമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ പഠിപ്പിക്കുന്നത് പോലും ഇതാണ്, ഒരു കാഫിറിൻ്റെ വീട്ടിലെ പ്രകാശം പോലും നിങ്ങളുടെ വീട്ടിലേക്ക് അടിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇസ്ലാമിക രാജ്യത്ത് നമ്മളെ ഗാന്ധിജിയുടെ ഉമറിൻ്റെ നമ്മളെ പഞ്ചായത്തിലാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കാഫിറാണെന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലെ വെളിച്ചം അത് മുസ്ലിമായ എൻ്റെ വീട്ടിലേക്ക് അടിക്കരുത് എന്ന് പറയുന്ന തരത്തിലുള്ള മനോഹരമായ ഒരു സംവിധാനമാണ് ഈ ഗാന്ധിജിയുടെ ഉമറിൻ്റെ ഭരണം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുക. അതുകൊണ്ടാണ് ഞാൻ ടൈറ്റിൽ ചോദിച്ചത്, എന്താ ഉമറിൻ്റെ ഭരണം പുളിക്കോ എന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ്, എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് അതാണ്. അത്രയ്ക്കും മനോഹരമല്ലേ. ഇനി അടുത്തത്, ഇൻവൈറ്റ് എനിവൺ ടു ഷിർക്ക്. അത് പറഞ്ഞു, അതായത് ആരെയും ഇതിലേക്ക് പബ്ലിസൈസ് ചെയ്യാനും പാടില്ല, ഇതിലേക്ക് വരൂ, ഒരു മുസ്ലിമിനെ പോലും നിങ്ങൾക്ക് ക്രിസ്ത്യാനിയാക്കാൻ കഴിയില്ല, ജാക്കിർ നായിക്ക് പറഞ്ഞു. ഇനി അതിനോടൊപ്പം പറയാൻ വന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ നമ്മളുടെ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ജനോസൈഡ് നടത്തുന്നു എന്നാണ് പറയുക. അതായത് ഇസ്രായേലുകൾ ജനോസൈഡ് നടത്തുന്നു. ആരുടെ ജനോസൈഡ്? പാലസ്തീനികളുടെ, അറബ്സിൻ്റെ ജനോസൈഡ് നടത്തുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, അറബ് രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളിൽ ഈ ജൂതന്മാരുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിൽ എത്ര അറബ് മുസ്ലിങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ടു 20% ആണ്. ഇസ്രായേലിലെ സൈന്യത്തിലടക്കം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു. ഇതാണ് മറ്റൊരു വസ്തുത. ഇനി അതും കൂടാതെ ഈ ഡിവിഷനൊക്കെ ഉണ്ടായി, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്ന സമയത്ത്, ആ 2 സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടിയൊക്കെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വരുന്ന സമയത്ത് ഇറാഖിലും അതുപോലെ ചുറ്റുമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ജൂതന്മാരെ അവിടുന്ന് അവർ സ്വമേധയാ പോകുന്നത് കൂടാതെ അവിടെ ബാക്കി ഉണ്ടായിരുന്ന, അവിടെ പോണ്ട, ഞങ്ങളിവിടെ നിന്നോളാം, ഞങ്ങൾ സയണിസ്റ്റൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് നിന്ന ആളുകളെ പോലും തല്ലി ഓടിച്ചിട്ട് അവരെയും കൂടി ഇസ്രായേലിലേക്ക് പറഞ്ഞയക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അത്രയ്ക്ക് മതസൗഹാർദ്ദമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. എന്നിട്ടാണ് ഇവർ പറയുന്നത് ജനോസൈഡ് നടത്തുന്നത് ഇസ്രായേലാണെന്ന്. ഇനി ഈ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ ആ സ്ഥലം മുഴുവൻ അങ്ങ് ഫ്രീ ആക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിനകത്ത് ജൂതന്മാർ മാത്രമായിരിക്കില്ല മരിക്കുക, അതിനകത്ത് ഈ പറയുന്ന അറബ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ കൂടി ഉണ്ടാവും 20%. അവരെയും കൂടിയാണ് നിങ്ങൾ കൊന്നു തള്ളാൻ പോകുന്നത് എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ജനോസൈഡിൻ്റെ കാര്യം, ഈ ജൂതന്മാരെ തല്ലി ഓടിച്ചതിൻ്റെ കഥയും അവരെ ഓടിച്ചു വിട്ടതും, അറേബ്യൻ പെനിൻസുല മുസ്ലിങ്ങളെ മാത്രം ഹാർപ്പിക്കൊഴിച്ച് കഴുകി വൃത്തിയാക്കി എന്ന് പറഞ്ഞ പോലെ ഈ മുസ്ലിങ്ങളെ ഒഴിച്ച് ആ അറേബ്യൻ പെനിൻസുല കഴുകി വൃത്തിയാക്കിയത് അങ്ങനെയാണ്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പോകുന്ന രീതിയിൽ. അപ്പോൾ അവിടെ മൊത്തം ഇപ്പോൾ ഹാർപ്പിക്കാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, ഇനി അടുത്തത്, ഓർ പ്രിവെൻറ്റ് എനി ഓഫ് അവർ ഫെലോസ് ഫ്രം എംബ്രേസിങ് ഇസ്ലാം ഇഫ് ദേ ചൂസ് ടു ഡൂ സോ. അതായത് ഇനി അഥവാ അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇസ്ലാം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നാൽ അവരെ തടയാനും പാടില്ല
വളരെ മനോഹരമാണ്. അതായത് ഓൺലി ഔട്ട് ഗോയിങ്, നോ ഇൻകമ്മിങ്. അതായത് ക്രിസ്ത്യാനിറ്റി എന്നുള്ള ഔട്ട് ഗോയിങ് ഓക്കെയാണ്, ആരെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരരുത്. ഇൻകമ്മിങ് നിരോധിച്ചിരിക്കുകയാണ്. ഓക്കെ. പാക്ട് ഓഫ് ഉമർ, അതിലടുത്തത് ഇൻവൈറ്റ് എനി വൺ ടു ഷിർക്കിലേക്ക് ആരെയും ക്ഷണിക്കരുത്. ഓക്കെ. ഓർ പ്രിവെൻറ്റ് എനി അവർ ഫെലോസ് ഫ്രോം എംബ്രേസിങ്. റിപ്പീറ്റ് അടിച്ചോ, സോറി. വി വിൽ റെസ്പെക്റ്റ് മുസ്ലിംസ്, മുസ്ലിങ്ങളെ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യും. മൂവ് ഫ്രം ദ പ്ലേസസ് വി സിറ്റ് ഇൻ ഇഫ് ദേ ചോസ് ടു സിറ്റ് ഇൻ ദം. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് ഇരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ നമ്മൾ ഇരുന്നോളൂ ഇക്കാക്ക എന്ന് പറഞ്ഞിട്ട് മാറിക്കൊടുക്കും. വി വിൽ നോട്ട് ഇമിറ്റേറ്റ് ദെയർ ക്ലോത്തിങ്സ്, ക്യാപ്സ്, ടർബൻസ്, സാൻഡൽസ്, ഹെയർ സ്റ്റൈൽസ്, സ്പീച്ച്, നിക്ക് നെയിംസ് ആൻഡ് ടൈറ്റിൽ നെയിംസ്. ഇതുകൊണ്ടാണ് എൻ്റെ പേര് മാറ്റിക്കൂടെ എന്ന് നമ്മളെ കാക്കാൻ സുഹൃത്തുക്കൾ ഇവിടുത്തെ മദ്രസ വാണങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കും. അവർക്ക് അറിയില്ല അവർ ശരിക്കും മുന്നോട്ട് വെക്കുന്നത് ഈ പാക്ട് ഓഫ് ഉമറാണ് എന്നുള്ളത്. അതായത് ഇപ്പം ഞാൻ തൊപ്പി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ മുസ്തഫ മൗലവി ചില സമയത്ത് എന്തോ തൊപ്പിയൊക്കെ വെക്കുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് തൊപ്പി വെച്ച് നടക്കണമെന്ന് ചോദിക്കും. ഇതാണ് ഇതിൻ്റെ കാര്യം. അതായത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇതുപോലെ എക്സ് മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, ആര് തന്നെയായാലും ഇവിടെ ഉമറിൻ്റെ ഭരണം വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള കഥയാണ് ഈ പറയുന്നത്. മുസ്ലിങ്ങൾ വെക്കുന്ന സാധനമൊന്നും നിങ്ങൾ വെക്കാൻ പാടില്ല. അത് പിന്നെ വലിയ പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ ഏതോ കോളേജിൽ കുട്ടികൾ എന്തോ മൈമോ നാടകത്തിനോ ഇതുപോലെ ഒരു പർദ്ദ ഇട്ട് വന്നപ്പോൾ വലിയ പ്രശ്നമായി. അപ്പോൾ ഇവർ ഒരു സമയത്ത് പറയും അത് വസ്ത്രമല്ലേ, അത് ഇട്ടോട്ടു എന്നൊക്കെ പറയുന്ന ആളുകളാണ്. പക്ഷേ എന്നാൽ അത് വസ്ത്രമാണല്ലോ എന്ന് വിചാരിച്ച് ഒരു നാടകത്തിലൊരു വസ്ത്രമാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് അപ്പം പറയും അത് ഞങ്ങളുടെ മതത്തിനെ അവഹേളിച്ചു എന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് തീരുമാനിക്കുക, ഇത് മതത്തിൻ്റെ ചിഹ്നമാണോ അതോ ഇത് വസ്ത്രമാണോ? വസ്ത്രം എന്ന് പറയുമ്പോൾ എന്തെല്ലാം വസ്ത്രങ്ങൾ ഇവിടെ ഉണ്ട്. ജീൻസ് ഉണ്ട്, ചുരിദാറുണ്ട്, ബിക്കിനി വരെയുണ്ട്. പക്ഷേ ഇതുപോലെ അങ്ങനെ ഒരു സാധനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നാടകത്തിൽ ചുരിദാർ ഇട്ടാരും തല്ലാൻ വരാറില്ല, അവിടെ ജീൻസും ടോപ്പ് ഇട്ടാൽ തല്ലാൻ വരാറില്ല, ബിക്കിനി ഇട്ടാൽ ചിലപ്പോൾ സംഖ്യകൾ വന്ന് തല്ലും. എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചൂലുമായിട്ട് നടക്കുന്നു എന്നൊക്കെ കേട്ട് അവരെ സൂക്ഷിക്കണം. എന്നാൽ ഇവിടെ ഹിജാബ് ഇട്ടാൽ കുറച്ച് ആളുകൾ ഇറങ്ങിത്തിരിക്കും. കാവി ഷഡ്ഡി ആരോ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തല്ലിയതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. എന്തായാലും വളരെ മികച്ച കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഉമറിൻ്റെ ഭരണം, ഇനി ഉമറിൻ്റെ പേരാണോ ഈ രാമൻ എന്നുള്ളത് ഇടയ്ക്ക് അന്ന് തോന്നിപ്പോയിരുന്നു. പോട്ടെ. ഇനി അതിൻ്റെ താഴെ 15ാമത് കൊടുത്തിരിക്കുന്നത് റൈഡ് ഓൺ സാഡിൽസ്, അതായത് കുതിരപ്പുറത്ത് പോകുമ്പോൾ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, അതുപോലും വെക്കില്ല, അത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പാടുള്ളൂ എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇതൊരു ഐത്തം, ഒരു പ്യൂരിറ്റാനിസം, ഞങ്ങൾ കൂടിയ ആളുകൾ, നിങ്ങൾ താഴെയുള്ള ആളുകൾ എന്ന കൃത്യമായ ഡിവിഷനാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ കാക്കമാർ പറയുന്നത് ഇസ്ലാമിൽ മാനവികതയാണ്, സാഹോദര്യമാണ്, ആഗോള സാഹോദര്യമാണ് എന്നൊക്കെ പറയുന്നത്. ഇത് വളരെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ അംബേദ്കർ. എന്താ പറഞ്ഞത്? ദ ബ്രദർഹുഡ് ഇൻ ഇസ്ലാം ഈസ് ലൈക്ക് എ ക്ലോസ്ഡ് കോർപ്പറേഷൻ, ഇറ്റ് ഈസ് എ ബ്രദർഹുഡ് ബിറ്റ്വീൻ ദം, ഇറ്റ്സ് നോട്ട് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറഞ്ഞു വെച്ച സംഗതി. ഇത് പറഞ്ഞതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഗാന്ധിജി പറഞ്ഞതാണോ ശരി, അംബേദ്കർ പറഞ്ഞതാണോ ശരി? എന്താണെന്നറിയില്ല. അംബേദ്കറെ ആരും സംഘി എന്ന് വിളിക്കുന്നത് മാത്രം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മൂപ്പരെങ്കിലും രക്ഷപ്പെട്ടു. പോട്ടെ. അടുത്തത് ഹാങ് സോർട്സ് ഓൺ ദ ഷോൾഡേഴ്സ്. നിങ്ങൾ ഇനി അഥവാ ഈ വാളും കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ തൂക്കി പിടിച്ച് നടക്കരുത്, അത് എവിടെയെങ്കിലൊക്കെ വെക്കണം. കളക്ട് വെപ്പൺസ് ഓഫ് എനി കൈൻഡ് ഓർ ക്യാരി ദീസ് വെപ്പൺസ്. അതൊന്നും കൊണ്ടു നടക്കാൻ പാടില്ല. വിൽ നോട്ട് എൻക്രിപ്റ്റ് അവർ സ്റ്റാമ്പ്സ് ഇൻ അറബിക്. അതായത് അവരുടെ സ്റ്റാമ്പുകൾ, ഈ അറബിക് ആയിട്ടുള്ള സ്റ്റാമ്പുകൾ, അതൊന്നും എൻക്രിപ്റ്റ് ചെയ്യില്ല. അതൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കും എന്നുള്ളതാണ്. മീൻസ് അത് ആ സാധനം അവിടെ കാത്തു സൂക്ഷിക്കും. ഓർ സെൽ ലിക്കർ, കള്ള് അവിടെ വിൽക്കില്ല. അതിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ ഈ അടുത്തുണ്ടായ കാര്യത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കേണ്ടി വരും. ഇനി അവിടെ സൗദി അറേബ്യയിലൂടെ കള്ള് ഒഴുകാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പാക്ട് ഓഫ് ഉമറക്കാർ എടുത്ത് അവർ പള്ളേ കളയുന്നു. അതുമാത്രമല്ല വേറെയും പലതും ചെയ്യുന്നുണ്ട് അവർ. വി വിൽ ഹാവ് ദ ഫ്രണ്ട് ഓഫ് അവർ ഹെയർ കട്ട്. നമ്മളവിടെ UAE അമ്പലം പണിയുന്നതിനെ കുറിച്ചും കൂടി കേട്ട് കാണും. ഓക്കെ. വെയർ അവർ കസ്റ്റമറി ക്ലോത്ത്സ് വെർ വി ആർ. അതായത് ഞങ്ങളുടെ മുടിയുടെ മുൻഭാഗം ഞങ്ങൾ കട്ട് ചെയ്യും. അപ്പോൾ വേഷം കൊണ്ട് തിരിച്ചറിയണം. പണ്ട് മോദി പറഞ്ഞു എന്നാണ് പറയുന്നത്. സംഗതി വളരെ അബദ്ധമാണ്. കാരണം അത് പറയുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും വൃത്തികെട്ടൊരു ഡയലോഗാണത്. പക്ഷേ മോദിക്ക് അതിനുള്ള ഒരു മാതൃക എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗാന്ധിജിയുടെ ഉമറിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ഉമർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഉമറിൻ്റെ ഏതെങ്കിലും ഒരു സാധനം മോദി പറയുമ്പോൾ മാത്രം പ്രശ്നമാവുന്നതെന്ന് അന്നും ഞാൻ ചോദിച്ചിരുന്നു. കാരണം ഈ വേഷം കൊണ്ട് തിരിച്ചറിയണം എന്നുള്ള നിർബന്ധം അത് മുസ്ലിങ്ങൾക്കുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ നോക്കിയാൽ മതി. കാക്കാമാർ മുണ്ടുകൊടുക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. പാൻ്റ് ഇടുന്ന സമയത്ത് അത് മുക്കാ പാൻ്റായിട്ട് മാത്രമേ ഇടുകയുള്ളൂ.
അവർ താടിയും മീശയും വെക്കണ സമയത്ത് മീശ വടിച്ചിട്ട് താടി വെക്കും. എന്തിനാണ്? നബി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയണം. ക്രിസ്ത്യാനികളും ജൂതന്മാരും മീശ വെച്ചിട്ട് താടി വടിക്കും, നിങ്ങൾ മീശ വടിച്ചിട്ട് താടി വെക്കണം. എന്തിനാ? വേഷം കൊണ്ട് നിങ്ങളെ തിരിച്ചറിയാൻ. നിങ്ങൾ മുണ്ടെടുക്കുമ്പോൾ അത് ഇങ്ങനെ അപ്പുറത്തേക്ക് കൊടുക്കണം, ഇപ്പുറത്തേക്ക് കൊടുക്കരുത്. എന്തിനാ? വേഷം കൊണ്ട് നിങ്ങളെ തിരിച്ചറിയാം. നിങ്ങൾ തൊപ്പി വെച്ച് ഇതുപോലെയൊക്കെ നടക്കണം. എന്തിനാ? നിങ്ങളെ വേഷം കൊണ്ട് തിരിച്ചറിയാൻ. ഇത് തന്നെയാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഗാന്ധിജി പറഞ്ഞ് ഇതുപോലെ വെക്കുന്നു, മോദിയും അത് പറഞ്ഞു വെക്കുന്നു. മോദി പറയുമ്പോൾ മാത്രം പ്രശ്നമാവുന്നു. അതാണ് ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ആ സ്റ്റേറ്റ്മെൻറ്റ് അത് തെറ്റാണ്. അത് ആര് പറഞ്ഞാലും തെറ്റാണെന്ന് പറയാം. അത് മോദി പറയുമ്പോൾ മാത്രമാണ് തെറ്റ് എന്ന് പറയുന്നിടത്താണ് ഞാനും നിങ്ങളും തമ്മിൽ തെറ്റുന്നത്. മോദി പറയുന്നത് തെറ്റ് തന്നെ, പക്ഷെ മോദി പറഞ്ഞത് മാത്രമാണ് തെറ്റ് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. അത് പറഞ്ഞ എല്ലാവരും ഒരേപോലെ തെറ്റുകാരാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ഒരേ ഡയലോഗാണെന്നും കൂടി ഓർക്കണം. വേഷം കൊണ്ട് നിങ്ങളെ തിരിച്ചറിയണം, നിങ്ങൾ വ്യത്യസ്തരാകണം എന്ന് തന്നെയാണ് മുഹമ്മദ് നബിയുടെ ഹദീസിൽ കിടക്കുന്നത്. പോട്ടെ, ഇനി വെയർ ബെൽറ്റ്സ് അറൗണ്ട് അവർ വേസ്റ്റ്, അതായത് ഇതിൻ്റെ ചുറ്റിനും ഒരു ബെൽറ്റ് ധരിക്കണം. ആരാന്നറിയാൻ വേണ്ടിയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ് കേട്ടോ, ഞാൻ അമുസ്ലിമാണ് കേട്ടോ എന്നറിയാൻ വേണ്ടി. റിഫ്രെയിൻ ഫ്രം ഇറക്റ്റിംഗ് ക്രോസസ് ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് അവർ ചർച്ചസ്. ഞങ്ങളുടെ പള്ളിയുടെ മുന്നിൽ ഇതുപോലെ ക്രോസ് ഒന്നും വെക്കാൻ പാടില്ല. വെച്ചാൽ നമ്മളെ മണിപ്പൂരിൽ നമ്മളെ സംഘികൾ ചെയ്യുന്നത് പോലെ ഞങ്ങൾ വന്ന് തല്ലിപ്പൊളിക്കും. ആൻഡ് ഡെമോൺസ്ട്രേറ്റിംഗ് ദം ആൻഡ് അവർ ബുക്സ് ഇൻ പബ്ലിക് ഇൻ മുസ്ലിം ഫെയർവേസ് ആൻഡ് മാർക്കറ്റ്സ്. അതുപോലെ അവരുടെ കിതാബുകൾ ഈ മാർക്കറ്റുകളിലൊന്നും കൊണ്ടുവന്ന് പബ്ലിക്കായിട്ട് വിൽക്കാൻ പാടില്ല. ഇതാണ് അടുത്തത്. ഇനി അടുത്തത്, വി വിൽ നോട്ട് സൗണ്ട് ദ ബെൽസ് ഇൻ അവർ ചർച്ചസ് എക്സെപ്റ്റ് ഡിസ്ക്രീറ്റ്ലി. വളരെ ശബ്ദം കുറച്ച് ഇങ്ങനെ പതുക്കെ മണിയടിക്കുള്ളൂ. Or raise our voices while reciting our holy books inside our churches in the presence of Muslims. ഞങ്ങൾ ശബ്ദമുയർത്തി കിതാബൊന്നും വായിക്കില്ല. No raise our voices at our funerals or light torches in funeral processions in the fairways of Muslims or their markets. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയണത് എന്താ വെച്ചാൽ, ഞാൻ കുറച്ച് നാൾ മുന്നേ ഇത് ചെയ്തു. ആ വീഡിയോ തപ്പിയിട്ട് കാണുന്നില്ല, ഇഷ്ടംപോലെ വീഡിയോ ആണല്ലോ. അതിലേതാണെന്ന് എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ പിന്നെ നിങ്ങളുടെ അവസ്ഥ ഞാൻ മാനിച്ചു. അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് രണ്ടാമത് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത് ഉണ്ടാക്കേണ്ടി വന്നു എന്നുള്ളതും കൂടിയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ വീഡിയോ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും സാധിച്ചാൽ എന്നെ ഒന്ന് അറിയിക്കണം. സംഗതി ഞാൻ അതിൻ്റെ മുതലാളിയൊക്കെയാണ്, പക്ഷേ എന്താ ചെയ്യുക, കയ്യിൽ നിന്ന് പോയി, കണ്ടുപിടിക്കാൻ പറ്റണില്ല. പോട്ടെ, ഇനി അടുത്തത്, വി വിൽ നോട്ട് ബറി അവർ ഡെഡ് നെക്സ്റ്റ് മുസ്ലിം ഡേ. മരിച്ചാൽ പോലും വെറുതെ വിടില്ല. അതായത് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ ഡെഡ് ബോഡി നിങ്ങളുടെ ഡെഡ് ബോഡീൻ്റെ അടുത്ത് പോലും വെക്കില്ല, കുഴിച്ചിടില്ല പറയുന്നതാണ്. ബൈ സെർവൻസ് ഹൂ വെർ ക്യാപ്ചർഡ് ബൈ മുസ്ലിംസ്. മുസ്ലിങ്ങൾ പിടിച്ച അടിമകളെ അല്ലെങ്കിൽ ഈ സെർവൻസ്, ഓക്കെ, അതിനെ ഞങ്ങൾ വാങ്ങിക്കില്ല. അടിമച്ചന്തയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കില്ല. അപ്പോൾ ഒരാൾ അടിമയെ വിൽക്കുന്ന സമയത്ത് ചോദിക്കും, ഇത് ആരാണ് പിടിച്ചത് എന്ന് ചോദിക്കാം. അപ്പോൾ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പറ്റൂല, അത് നിങ്ങൾ എടുത്താളി. വി വിൽ ബി ഗൈഡ്സ് ഫോർ മുസ്ലിംസ് ആൻഡ് റിഫ്രെയിൻ ഫ്രം ബ്രീച്ചിങ് ദെയർ പ്രൈവസി ഇൻ ദെയർ ഹോംസ്. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. അതായത് മുസ്ലിങ്ങളുടെ പ്രൈവസിക്കാണ് എപ്പോഴും അതിനൊരു പ്രയോറിറ്റി എപ്പോഴും കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, വി വിൽ ബി ഗൈഡ്സ് ഫോർ മുസ്ലിംസ് എന്നാണ്. വി വിൽ നോട്ട് ബീറ്റ് എനി മുസ്ലിംസ്. മുസ്ലിമിനെ ഞങ്ങൾ അടിക്കില്ല, പക്ഷേ മുസ്ലിമിന് വേണമെങ്കിൽ അടിക്കാം. തല്ലിക്കോ എന്നൊക്കെ പറയും, നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, ഇനി അടുത്തത്, ഇത്രയാണ് സാധനങ്ങൾ. അപ്പോൾ കണ്ടു കാണും, ഓൾമോസ്റ്റ് ഒരു 31 പോയിൻറ്റ്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനി നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ പാക്ട് ഓഫ് ഉമർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വലിയ മദ്രസ പൊട്ടനും മുഴുവൻ ഇരുന്ന് വായിക്കാം. അതിന് നല്ലൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് വിക്കി ഇസ്ലാം തന്നെയാണ്. പണ്ട് എം അക്ബർ പറയാറുണ്ട്, നമ്മളുടെ കുട്ടി ജിഹാദികളും അത് മുഴുവൻ ജൂതന്മാരാണെന്ന്. അതൊക്കെ ഇനി പള്ളി പറഞ്ഞാൽ മതി. ഈ ഇസ്ലാമിനെ പഠിപ്പിക്കേണ്ട ബാധ്യത ജൂതന്മാർക്കില്ല, അവർക്ക് വേറെ പണിയുണ്ട്. ഇന്ന് ആ പണി ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ എക്സ് മുസ്ലിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വിക്കി ഇസ്ലാം എന്ന് പറയുന്ന വെബ്സൈറ്റ് റൺ ചെയ്യുന്നത് എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പോൾ അതിൽ ഉള്ള എല്ലാ റെഫറൻസും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ സൈറ്റിൽ ഇതിൻ്റെ ഫുൾ ടെക്സ്റ്റ് കിടപ്പുണ്ട്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഇത് എവിടെ നിന്ന് വന്നു, ഏതൊക്കെ സൂറത്തിൽ നിന്ന്, ഏതൊക്കെ ആയത്തിൽ നിന്ന്, അങ്ങനെ ആരൊക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചർച്ചകൾ, ഇതിൽ ആരൊക്കെയാണ് ഇത് ഒതൻറ്റിക് അല്ല എന്ന് പറയുന്നത്, ഇതെടുക്കാൻ കഴിയില്ല എന്ന് പറയാം. എല്ലാ ഡിസ്കഷൻസും അവിടെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. പല ആളുകളും ചോദിക്കാറുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുകയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാവുന്ന ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വിക്കി ഇസ്ലാമാണ്. നിങ്ങൾ വിക്കിപീഡിയയിൽ പോയിട്ട് തപ്പുന്നത് പോലെ അതിനേക്കാൾ ഒതൻറ്റിക്കായിട്ട് കിട്ടും ഈ വിക്കി ഇസ്ലാം. കാരണം അത് ഡയറക്റ്റ്ലി ഡൺ ബൈ എക്സ് മുസ്ലിംസ് ആണ്. നമ്മൾ പിന്നെ നിങ്ങൾക്കറിയാലോ, these are the conditions that we set against ourselves and followers of our religion in return for safety and protection. If we break
any of these promises that we set for our benefit against ourselves, then our dhimma, അതായത് ഈ ദിമ്മിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയും, അതായത് ഇവർക്ക് ഒരു ജിസിയ കൊടുത്തുകൊണ്ട് അവരുടെ കീഴിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. ജിസിയ എന്ന് പറയുന്ന ആ ടാക്സ് ഈസ് ബ്രോക്കൺ ആൻഡ് യു ആർ അലൗഡ് ടു ഡു വിത്ത് അസ് വാട്ട് യു ആർ അലൗഡ് ഓഫ് പീപ്പിൾ ഓഫ് ഡിഫയൻസ് ആൻഡ് റെബല്യൻ. എന്താണത്? തട്ടിക്കളയാം. അതായത് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. 9:29, 9:28 ഇതാണ് ആയത്ത് വരുന്നത്. അതായത് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ അല്ലെങ്കിൽ മതം സ്വീകരിക്കുന്നത് വരെ എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരെ കൊല്ലാൻ നേരത്ത് അവർ പറയണം അയ്യോ വേണ്ട ഞങ്ങൾ ജിസിയ തന്നേക്കാമേ എന്ന് പറഞ്ഞാൽ അവരെ വിടാം. ഇനി അതുമല്ല അയ്യോ വേണ്ട എന്നെ കൊല്ലല്ലേ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചോളാമേ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അവരെ വെറുതെ വിടാം. ഇത് രണ്ടും പറയുന്നില്ല, ഇല്ല ഞാൻ ഒരു സത്യ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൊന്നേക്കൂ. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലം യലിദ് വലം യൂലദ് വലം യക്കുല്ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിൽ പിന്നെ സംശയിച്ച് കണ്ട കാര്യങ്ങൾ തട്ടിയേക്കുക എന്നതാണ്. ഇതാണ് ഇസ്ലാമിലെ മതസൗഹാർദ്ദം. ഇതാണ് ഉമർ അവിടെ നടത്തി കാണിച്ചിരുന്നത്. ഇങ്ങനെയാണ് മുഹമ്മദ് തന്നെയാണ് ഇതുപോലെ കാര്യങ്ങളൊക്കെ നടത്തി വളരെ മാന്യമായ ഭരണം അവിടെ കൈയാളി ഉമറിൻ്റെ ആ ഒരു മോഡൽ ഭരണം അവിടെ ഉണ്ടാക്കി വെച്ചതും ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ മാതൃകയാക്കി മാറ്റിയിരിക്കുന്നത്. ഇനി നിങ്ങൾ പറയാം ഉമർ വേണോ രാമൻ വേണോ? ഞാൻ പറയും രാമൻ മതി എന്ന്. അത് ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടനെ സംഖ്യയാവും എന്നാണ് പറയുന്നുണ്ടെങ്കിൽ അത് പള്ളി പറഞ്ഞാൽ മതി. കാരണം ഗാന്ധിയുടെ രാമൻ മുത്ത് ഹേ എന്ന് നമ്മളുടെ ബ്രിട്ടാസ് അണ്ണൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നമ്മളെ സംഖ്യയാക്കാൻ കഴിയില്ല. ഞാനും പറയുന്നത് ഇത് തന്നെയാണ്. ഗാന്ധിയുടെ രാമൻ ഓക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഗാന്ധിയുടെ ഉമർ ഓക്കെ അല്ല എന്നുമാണ് ഞാൻ പറയുന്നത്. കാരണം ഗാന്ധിയുടെ ഉമർ മഹാപോക്കിരിയായിരുന്നു, മഹാതെമ്മാടിയായിരുന്നു. ഇതുപോലെ മനുഷ്യൻ്റെ ജീവിതം കുളം തോണ്ടുന്നൊരു മനുഷ്യനായിരുന്നു. ഏതുപോലെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉമറിൻ്റെ ഭരണം ഇന്ത്യയിൽ വന്നാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇവിടുത്തെ ഹിന്ദുക്കൾ, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അവർക്ക് അണ്ടർവെയർ ഇടാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അത് തന്നെയാണ് എനിക്ക് ഇനിയും പറയാനുള്ളൂ എന്നതാണ്. അപ്പോൾ എന്തായാലും ഈ പാക്ട് ഓഫ് ഉമറിലൊക്കെ എഴുതി വെച്ച പല കാര്യങ്ങളും കുറേ കാലമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ചരിത്ര അവശേഷിപ്പിൻ്റെ ഭാഗമാണ് അവിടുത്തെ ആ ഒരു ഡെമോഗ്രാഫിക്സ് പോലും. അതായത് അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്നിപ്പോൾ അവിടെ ചില അമ്പലങ്ങൾ പണിയുന്നതിനെക്കുറിച്ച്, അബുദാബിയിലെ അമ്പലത്തെക്കുറിച്ചും പുതിയ ഏതൊക്കെ അമ്പലം, എനിക്ക് അതിൻ്റെ ചിത്രം കറക്റ്റാണോ എന്ന് അറിയില്ല, സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. എന്തായാലും ഇതുപോലെയൊക്കെയാണ്, നല്ല അടിപൊളി സംഭവമൊക്കെയാണ് അവിടെ പണിത് വെച്ചിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു. അബുദാബിയിൽ പണ്ട് ഉദ്ഘാടനം ചെയ്തു എന്നാണ് അറിയുന്നത്. അടുത്ത ഒരു പുതിയ അമ്പലം വരുന്നു എന്ന് അറിയുന്നു. അതും ഇതേപോലെ നമ്മളുടെ മുഖ്യ പൂജാരി മോദി ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അറിയുന്നത്. പിന്നെ നമ്മൾ കണ്ടു അവിടെ മദീനയിൽ സ്മൃതി ഇറാനി അവിടെ കറങ്ങി നടപ്പായിരുന്നു, സെൽഫി എടുത്ത് ഫോട്ടോ എടുത്ത് പൊളിക്കുകയായിരുന്നു. ഇതൊക്കെ കണ്ട് അവിടെ മുഹമ്മദ് അവിടെ തലതല്ലി ചാവുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പോട്ടെ, എന്ത് ചെയ്യാം, പാവങ്ങൾ. ഇതൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ, അവസ്ഥ. അപ്പോൾ ഇനിയും ഈ മഞ്ഞക്കണ്ണട വെച്ചിട്ടാണ് ഇത് വായിച്ചത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പള്ളി പറഞ്ഞാൽ മതി. ഇനി ആർക്കെങ്കിലും അതിലൊരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ കുറേ ആയി പള്ളി പറയാൻ പറഞ്ഞത്, എന്തായാലും എല്ലാം കൂടി അടുത്ത വെള്ളിയാഴ്ച പോയി അങ്ങ് പറഞ്ഞാളാം. അതാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതാണ് ഇസ്ലാമിലെ അവസ്ഥ. ഇത് ഇത്ര കാലം ആരും പറഞ്ഞിരുന്ന ആളുകളെ നിങ്ങൾ സംഖ്യയാക്കും. അതുപോലെ തന്നെ പറയാൻ ആളുകൾക്ക് പേടി, പറഞ്ഞു കഴിഞ്ഞാൽ തല പോവല്ലോ. ഇത് ഒരു തവണയല്ലേ പറയാൻ പറ്റൂ, രണ്ടാമത്തെ തവണ പറയാൻ ആൾ ജീവിച്ചിരുന്നാലല്ലേ പറയാൻ പറ്റുക. അതില്ലല്ലോ, ആ ആളെ ഇല്ലാതെയാക്കും. ഇപ്പോൾ പല സമയത്തും നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പാതിരാത്രി മുതൽ അങ്ങ് കോളാണ്. ഇപ്പോൾ ഇന്നലെ ഇതുപോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇത് കണ്ടില്ല, ഈ റെഡ് കളറിൽ കാണുന്നത് മുഴുവൻ നമുക്ക് വരുന്ന ഈ കോൾസാണ് പാതിരാത്രിക്ക്, ഇൻ്റർനെറ്റ് കോൾസ്. ഇതിങ്ങനെ വന്ന് ഇതാണ് ഇവരുടെ പരിപാടി. നമ്മൾ ഇസ്ലാമിലൊരു കാര്യം സത്യമായി മഞ്ഞക്കണ്ണടയൊക്കെ ഊരി വെച്ച് നമ്മൾ പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് നമ്മൾ ഫോൺ വിളിച്ച് തെറി വിളിക്കുക എന്നുള്ളതാണ്. ഇതല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊക്കെ തന്നെയാണ് പണ്ട് ഞാനും ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു എന്താ പറയുക, തുടക്കത്തിലൊരു കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, പിന്നെ അതങ്ങ് ശീലമായിക്കോളും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മതം പഠിക്കുക. മതം പഠിച്ചാൽ നിങ്ങൾ ഒന്നെങ്കിൽ പൊട്ടും, അതല്ലെങ്കിൽ നിങ്ങൾ മതം വിടും എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. പഠിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്കത് തുടരാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും
ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la إله إلا دينك أشهد أن ميتم يا الرسول دينك أشهد أن ميتم يا الرسول دينك حي على free thinking حي على free thinking حي على scientific temper حي على scientific temper Dingahu Akbar, Dingahu Akbar La ilaha illa Dingah La ilaha illa Dingah